ഞാനും റിച്ചും ഓളെ ബാപ്പിയും കൂടി, അതായത് എൻ്റെ കസിൻ, ഞങ്ങൾ ബേപ്പൂരി ബീച്ചിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഷെൽസ് അവിടെ ഒരുപാട് കണ്ടു. ക്രാഫ്റ്റിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി. സത്യം പോലെ പറയുകയാണെങ്കിൽ ഇതൊക്കെ റിച്ച് മുന്നേ കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് വലിയ മമ്മൂട്ടിയായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ്. അന്നേരം അത് മൊത്തം തിരയിൽ വന്നിട്ട് മൊത്തം അങ്ങ് മിസ്സായിപ്പോയി. ലാസ്റ്റ് എന്നെ ഊക്കി വിട്ടു. ഞാൻ പിന്നെ അത് പിന്നെയും കളക്ട് ചെയ്ത് നോക്കി കൊണ്ടു കൊടുക്കുകയാണത്. നമ്മൾ തിരിച്ചു പോകാൻ നേരത്താണ് കേട്ടോ ഈ ഒരു ഷെൽസിൻ്റെ കൂട്ടം തന്നെ കണ്ടത്. എനിക്ക് പൊട്ടിപ്പൊടിഞ്ഞ കുറേ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നല്ലതും കുറച്ചൊക്കെ കയ്യിലുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ഒറ്റയടിക്ക് അങ്ങ് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ കളക്ട് ചെയ്തതാണിത്. ഭയങ്കരമായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ എന്താ പറയുക ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ട് സോറി അളിയ നല്ല ഫുള്ള് സെറ്റ് ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. വീട്ടിലെത്തി 3-4 ആഴ്ച കഴിച്ചാണ് ഈ ഒരു ക്ലീനിങ് പരിപാടി നടക്കുന്നത്. ആദ്യം അമീർ ഈ ക്ലീനിങ് പരിപാടിക്ക് മുന്നിട്ട് ഇറങ്ങിയത് അവർ 3 ആളോട് കേട്ടോ. ഇതിലിപ്പോൾ വലിയ പുതുമൊന്നും തോന്നണ്ട, കാരണം സാധാരണ കണ്ടുവരാറുള്ള ഷെൽസ് ഒക്കെ തന്നെ. പിന്നെ ചിലതൊക്കെ യൂണീക്കായി കണ്ടപ്പോൾ ഒന്ന് കളക്ട് ചെയ്തെന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ ബൈ.